നമ്മൾ ആർക്കും ഒരിക്കൽ പോലും ചെന്നെത്തിച്ചേരാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലത്തേക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ബാഡേഴ്സ്വേൾഡിലെ സിമിത്തേരി. വല്ലാത്തൊരു നിശബ്ദത അവിടെ എങ്ങും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നവയിലെല്ലാം തന്നെ മരിച്ച വർഷം സെയിം ആയതുകൊണ്ട് നമ്മൾ അവിടെ കണ്ട 1-2 പേരോടായി അതിൻ്റെ കാരണം ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് സെക്കൻഡ് വേൾഡ് വാറിലും ഫസ്റ്റ് വേൾഡ് വാറിലും മരിച്ച ആൾക്കാരെയാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. 1945 ജർമ്മനിയെ റഷ്യ അമേരിക്കയുടെയും ഇംഗ്ലണ്ടിനെയും സഹായത്തോടെ കീഴടക്കിയപ്പോൾ അന്ന് ഒത്തിരി പേര് മരിച്ചു വീണിരുന്നു. അവരെല്ലാം അടക്കിയിരിക്കുന്നത് ഇവിടെയാണത്രേ. ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ ഇവിടെ പരന്നിങ്ങനെ കിടക്കുന്നത്. ഇതിലെല്ലാം ഇതുപോലെ ഓരോരുത്തരുടെ ആയിട്ടുള്ള ശവകുടീരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ യുദ്ധത്തിൽ മരിച്ച ആൾക്കാരൊന്നും അല്ല കേട്ടോ. അല്ലാതെ സാധാരണയായി ഉപയോഗിക്കുന്ന സെമിത്തേരിയും ഇത് തന്നെയാണ്. പക്ഷേ സെപ്പറേറ്റ് പോർഷനായിട്ട് യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ തിരിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പല തരത്തിലുള്ള ശവകുടീരങ്ങൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തതും ഫാമിലി ആയിട്ടും ഫാമിലി കല്ലറകളും എല്ലാം തന്നെ നമുക്കിവിടെ കാണാം. എല്ലാം കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് സ്ഥലമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല കേട്ടോ. ഇതിൻ്റെ ഒരറ്റത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മുകളിൽ നല്ല ഭംഗിയുള്ള സീനറി നമുക്ക് കാണാം. ഈ കാണുന്നത് അലങ്കരിച്ചിരിക്കുന്നതെല്ലാം തന്നെ കുഞ്ഞു കുട്ടികളുടെ ശവകുടീരങ്ങളാണ്. നമുക്കും ഇനി ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുൻപ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുകൊണ്ട് തന്നെ അവരുടെ യാത്ര പറഞ്ഞ് അവരുടെ ശാന്തത ശല്യപ്പെടുത്താതെ ഞങ്ങൾ